ഈ ബജറ്റിൽ റബ്ബറിന്റെ താങ്ങുവില 200 നിന്ന് 250 രൂപയായി ഉയർത്തിയിരുന്നു. ഇതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് കോട്ടയത്തെ റബ്ബർ കർഷകരെത്തിയിരിക്കുകയാണ്. എന്നാൽ കൂടി വരുന്ന ഉൽപാദന ചെലവ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മേഖലയെ താങ്ങി നിർത്താനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. UDF സർക്കാർ അവരുടെ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് വന്ന ഒരു കാര്യമാണ് റബ്ബറിന്റെ താങ്ങുവില 250 ആക്കി എന്നുള്ളത്. നിലവിൽ വില അല്പം ഉയർന്നാണ് നിൽക്കുന്നതെങ്കിലും പക്ഷേ കർഷകർക്ക് അത് ആശ്വാസമാണെന്നുള്ള വാക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിലും കൂടുതൽ വേണമെന്നൊരു അവസ്ഥ കൂടി, ഒരു ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അത് നിലവിലെ കൃഷിയുടെ ഒരു സാഹചര്യം കൊണ്ടാണ്. എന്തായാലും എന്താണ് ഈ ബജറ്റിലെ പ്രഖ്യാപനത്തെ എങ്ങനെയാണ് നിങ്ങൾ ഈ ബജറ്റ് പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും UDF സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനത്തെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. 250 രൂപ തരുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത് നടപ്പാക്കി കഴിഞ്ഞു. ഇതിനു മുമ്പ് ഗവൺമെൻറ് 200 രൂപ തരാമെന്ന് പറഞ്ഞു. പത്രപ്രസ്താവന കൊടുത്തതല്ലാതെ ഫലത്തിൽ വന്നില്ല. 250 രൂപ ആയത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഗതാർഹമാണ്. അത് നല്ല കാര്യം. ഘട്ടം ഘട്ടമായി 300 ആക്കുമെന്നൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു പ്രതീക്ഷയും കൂടി ഉണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. UDF ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവർ പറഞ്ഞ ആ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ 250 രൂപ ഞങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണഫലം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം റബ്ബർ കൃഷിയുടെ സ്ഥിതി സത്യത്തിൽ ആരെങ്കിലും പഠിച്ചിട്ടില്ല. ആകെയുള്ള തോട്ടങ്ങളിൽ 25% വെട്ടാതെ കിടക്കുക വർഷങ്ങളായിട്ട്. അത് തന്നെയാണ്. ഇപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഇപ്പോൾ മഴക്കാലമാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിനൊക്കെ ഭയങ്കര വിലയാണ്. പണിക്കൂലി തന്നെ കൂടുതലാണ്. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ള ലോകത്തിന്റെ ഒരു ഗതി അനുസരിച്ച് എല്ലാം ചാർജ് കൂടിയിരിക്കുന്നു, മറ്റേ യുദ്ധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സാധാരണ കർഷകനെ ഇതൊന്നും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അപ്പോൾ കൂടുതലായിട്ട് അവർക്ക് വില ഇനിയും ഒരു 300 വന്നാലേ അവർക്കൊരു സന്തോഷം. ഇവർ പറഞ്ഞു വരുന്ന താങ്ങുവിലയുടെ കാര്യമാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചെങ്കിലും അതല്ല, അതിനപ്പുറത്തേക്ക് ചില സബ്സിഡികൾ അടക്കമുള്ളവ വേണ്ടി വരും ഈ ഒരു കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെയല്ലേ? അത് പ്രധാനമായിട്ടും എന്തൊക്കെയാണെങ്കിലും UDF ഗവൺമെന്റ് ഇന്ന് പ്രഖ്യാപിച്ച ബഡ്ജറ്റിലെ പ്രഖ്യാപനം കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ പ്രതിസന്ധി കാലത്ത് വലിയൊരു ആശ്വാസമാണ്. പുതിയ സർക്കാരിന്റെ അടുത്ത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇപ്പോൾ ഈ സബ്സിഡി എന്നുള്ള പദ്ധതി മാറ്റിക്കൊണ്ട് കർഷകർക്ക്, പുനർകൃഷി ചെയ്യുന്ന കർഷകർക്ക് വായ്പ നൽകാനുള്ളൊരു സഹായം. ഇത് ഇത് ഈ പറയുന്ന ലോകബാങ്കിൽ നിന്നുള്ള വായ്പയാണ്. ആ പണം പുനർകൃഷി ചെയ്യുന്ന കർഷകർക്ക് ഹെക്ടർ അടിസ്ഥാനത്തിൽ ഒരു വായ്പയായി നൽകുക കൂടി ചെയ്താൽ ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് അത് ഗുണകരമായിരിക്കും. സബ്സിഡി ഒരു ആശ്വാസമാണ്. നിലവിൽ അത് 250 ആക്കിയതിൽ അവർക്ക് സന്തോഷവുമുണ്ട്. എന്നിരുന്നാൽ പോലും ഈ റബ്ബർ മേഖലയെ പിടിച്ചു നിർത്താൻ കൂടുതൽ കാര്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. എനിക്ക് പിന്നിൽ ഒരു റബ്ബർ തോട്ടമുണ്ട്. അത് കാട് കയറി കിടക്കുകയാണ്. അതുപോലെ തന്നെ ടാപ്പ് ചെയ്ത്, അതുപോലെ ഈ റബ്ബറിന്റെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതായത് ചിരട്ട വെക്കണം, അതുപോലെ തന്നെ അതിന്റെ ഷീറ്റ് ഇടുന്ന ജോലികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വലിയ ചിലവ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സഹായങ്ങൾ കൂടി, സബ്സിഡികൾ കൂടി വന്നാൽ മാത്രമേ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്നാണ് കർഷകർ പറയുന്നത്. ഒപ്പം നമുക്ക് കാണാം പല സ്ഥലങ്ങളിലും പൈനാപ്പിൾ, റബ്ബർ ഇത് വെട്ടിക്കളഞ്ഞ് അവിടെ പൈനാപ്പിൾ വെക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ കർഷകർക്കുണ്ട്. അപ്പോൾ അതുകൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്കുള്ള നടപടികൾ ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.